ഞാൻ സിനിമകളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് പല സിനിമകളെയും പറ്റി പറയുന്ന ഒരു കാര്യമാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നത്. എന്നാൽ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയായിട്ടുള്ള വെൽക്കം ടു ദ ജംഗിൾ അൺപ്രഡിക്റ്റബിൾ ആകുന്നതും ചിലപ്പോൾ നമുക്ക് തലവേദന തരുമെന്ന് തെളിയിക്കുന്നുണ്ട്. അസഹനീയമായ പല അൺപ്രഡിക്റ്റബിൾ സംഗതികളും ഈ പടത്തിൽ വരുന്നുണ്ടെങ്കിലും ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്കാണ്. ഒന്നും പെടാത്തൊരു സ്ഥലത്താണ് ഇന്റർവെൽ കാർഡ് വരുന്നത് തന്നെ. അതൊന്നും പോരാഞ്ഞിട്ട് ഇന്റർവെൽ ആയി എന്ന് വിചാരിച്ച് നമ്മൾ എഴുന്നേക്കാൻ നോക്കുന്ന സമയത്ത് അക്ഷയ് കുമാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഞങ്ങൾ ഒരു പാട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എവിടെ കുത്തിക്കയറ്റണമെന്ന് ഞങ്ങൾക്കറിയില്ല, അപ്പൊ നിങ്ങൾ തൽക്കാലം ഇന്റർവെല്ലിൽ അതിരുന്ന് കണ്ടോളൂ എന്ന്. ഈ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനടക്കം വരുന്ന തിയേറ്ററിനകത്തുണ്ടായിരുന്ന പലർക്കും കൺഫ്യൂഷൻ ആയിരുന്നു. പാട്ട് നടക്കുമ്പോൾ പുറത്തിറങ്ങി പോകാമെന്നാണോ ഇവർ ഉദ്ദേശിച്ചത്, അതോ ഇനി ഇത് കഴിഞ്ഞാൽ ശരിക്കും ഇന്റർവെല്ലിൽ വരുമോ എന്നൊക്കെ. മര്യാദയ്ക്ക് എടുത്തിരുന്നതിൽ ഇന്നത്തെ ബോളിവുഡിന്റെ അവസ്ഥയുടെ ഒരു യാഥാർത്ഥ്യം കാണിക്കുന്ന ഒരു കിടിലൻ സ്പൂഫ് സിനിമയാകാനുള്ള എല്ലാ സ്കോപ്പും ഈ പടത്തിനുണ്ടായിരുന്നു. പക്ഷെ ആത്മാർത്ഥമായിട്ട് ആത്മവിമർശനം പോലും നടത്താൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. വിജയ് മല്യയെ പോലെയുള്ള ഒരു കോടീശ്വരന് ഒരുപാട് കോടികൾ ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് തന്റെ ബിസിനസ് ലോസ് ആയിരുന്നു എന്ന് കാണിക്കണം. എത്രയും പെട്ടെന്ന് ഈ പരിപാടി ചെയ്യാൻ എന്താണ് മാർഗമെന്ന് അയാളുടെ ടീമിനോട് ചോദിച്ചപ്പോൾ ഒരു ബിഗ് ബജറ്റ് ഫ്ലോപ്പ് സിനിമ ഉണ്ടാക്കിയാൽ മതി എന്ന് പുള്ളിക്ക് ഉപദേശം ലഭിക്കും. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പടം എടുക്കാൻ വേണ്ടി കുറെ മണ്ടന്മാരെ ഇവർ റിക്രൂട്ട് ചെയ്യുകയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് എങ്ങനെ നടക്കുന്നു എന്നതാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ബോളിവുഡിന്റെ നിലവിലെ അവസ്ഥ വെച്ചിട്ട് വെൽക്കം ടു ദ ജംഗിൾ എന്ന് പറയുന്ന ഈ സിനിമ പ്രതിപാദിക്കുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കുന്നവർ സിനിമകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഈ അടുത്ത് വന്ന മലയാളം സിനിമയായിട്ടുള്ള മോളിവുഡ് ടൈംസിൽ വരെ പരാമർശം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പടം വെൽക്കം ഫ്രാഞ്ചൈസിൽ വരുന്നത് കൊണ്ടും ഈ പടം എടുത്തിട്ടുള്ളത് ബോളിവുഡിനെ ഈ ഗതിയിൽ എത്തിച്ചവർ ആയതുകൊണ്ടും ഒരു കഥ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ഇവർക്ക് ചിന്തയൊന്നുമില്ല. ചിരിക്കാനുള്ള നല്ല കോണ്ടന്റുകൾ സാധാരണ ക്രിയേറ്റർമാർ ഉണ്ടാക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മളെ ചിരിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറെ സ്കിറ്റ് തമാശകൾ ചേർത്ത് വെച്ചതുപോലെയാണ് ഈ പടം. ഹിന്ദി സിനിമകളിൽ കടുകട്ടി ഉറുദു ഉപയോഗിക്കുന്നതിനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് എനിക്ക് ഈ പടത്തിൽ കുറച്ചെങ്കിലും നിലവാരമുള്ള ഒരു കോമഡി ആയിട്ട് തോന്നിയത്. ഈ പടം OTT-യിൽ വന്നു കഴിയുമ്പോൾ ആ ഭാഗം അവതരിപ്പിച്ച കിരൺ കുമാർ എന്ന നടൻ ഒരു മീമാകാൻ നല്ല സാധ്യതയുണ്ട്. ഒരു ഫേക്ക് പടം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നതും അവസാനം അതിലുള്ളവർ എങ്ങനെയൊക്കെയോ ആ പടം തീർക്കുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയം. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ നടുവിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം പടം നിന്നുപോയി എന്ന് വാർത്ത വന്നിരുന്നു. സിനിമയുടെ തുടക്കത്തിലെ ചില സീനുകൾ കണ്ടു കഴിഞ്ഞാൽ അക്ഷയ് കുമാറിന്റെ ലുക്ക് ഓരോ സീനിലും ഓരോ പോലെയാണ്. ഈ പടം വൃത്തിക്ക് ഉണ്ടാക്കണമെന്ന് ഇവർക്കൊരു നിർബന്ധവും ഇല്ലായിരുന്നു എന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും. എഡിറ്റ് ചെയ്തു വെച്ച ഒരു കോലം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അർഷദ് വാർസിയും പരേഷ് റാവലും രാജ്പാൽ യാദവും ഉള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീനിൽ അവർ പരസ്പരം കണ്ടിട്ടില്ല എന്ന്. കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ ആർക്കും അതിൽ എളുപ്പം കാണാൻ സാധിക്കും. ഈ പടത്തിന്റെ ബേസിക് ഐഡിയ ട്രെയിലറിൽ തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ഫ്രോഡ് പടം പിടിക്കാൻ വേണ്ടി ഒരു ഫിലിം ക്രൂ കാട്ടിലേക്ക് പോകും. അവിടെ വെച്ച് ശരിയായ വില്ലന്മാർ ഇവരെ പൊക്കും. ഇംഗ്ലീഷ് സിനിമയായിട്ടുള്ള ട്രോപ്പിക് തണ്ടർ ചുരണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ പടത്തിൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ചേർക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. കഥയെ മുന്നോട്ട് കൊണ്ടുപോകാത്ത കുറെ കോമഡി സീനുകൾ ചേർത്ത് വെക്കുക മാത്രമാണ് ഈ സിനിമയുടെ തിരക്കഥ ചെയ്യുന്നത്. ചാണകക്കുഴിയിൽ വീണതുപോലെയുള്ള തമാശകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മിലിറ്ററി ക്യാമ്പ് സീക്വൻസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബോഡി ഷേമിംഗ് തമാശകൾ കാണിക്കാൻ വേണ്ടിയിട്ട് തടിച്ചവരെയും കറുത്തവരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട്. ലുക്ക് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല എന്ന തമാശ അടിക്കാൻ വേണ്ടിയിട്ട് നായികമാരെ പടത്തിൽ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിസ്പിന്റെ പ്രശ്നമുള്ള ഒരു കഥാപാത്രത്തെ ആ വകുപ്പിൽ കുറച്ച് കോമഡി കുത്തിക്കയറ്റാൻ വേണ്ടി പടത്തിൽ വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ദ ജംഗിൾ എന്ന് പറയുന്ന ഈ പടത്തിൽ ഹ്യൂമർ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആരുടെയെങ്കിലും പോരായ്മകളെ പരിഹസിക്കുന്നതിൽ നിന്നാണ്. സാജിദ് നദിയാദ്വാലയ്ക്ക് ബാഗി 2, ബാഗി 3, ഹീറോപന്തി മുതലായ ബോംബുകൾ സംവിധാനം ചെയ്തു കൊടുത്ത അഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള ഫിറോസ് നാദിയാദ്വാലയ്ക്ക് വേണ്ടി വെൽക്കം ടു ദ ജംഗിൾ ഒരുക്കിയപ്പോൾ നിലവാരത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരോടും തുല്യനീതി തന്നെയാണ് കാണിക്കുന്നത്. ടൈഗർ ഷ്രോഫിന്റെ ആക്ഷൻ സിനിമകളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച അഹമ്മദ് ഖാൻ കോമഡി സിനിമ ഒരുക്കിയപ്പോൾ ആളുകൾ ചിരിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ റിയൽ ലൊക്കേഷൻ കാണാൻ നല്ല ഫേക്ക് ലുക്ക് ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് എഴുതിയുണ്ടാക്കിയ ഒരു സിനിമ പോലെയാണ് ഈ പടത്തിന്റെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ തോന്നുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സീനിനെ ചുമ്മാ ക്രോപ്പ് ചെയ്ത് ഒരു കട്ട് ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് എഡിറ്റർ പോകുന്നുണ്ട്. മിക്കവാറും കവറേജ് ഷൂട്ട് ചെയ്യാനൊന്നും ഇവർ മെനക്കെട്ടിട്ടുണ്ടാവില്ല. ഒരു കാര്യവുമില്ലാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും പാട്ടുകൾ എവിടുന്നൊക്കെയോ കയറി വരുന്നുണ്ട്. വിഷ്വൽ എഫക്ട്സ് ശരാശരി നിലവാരമാണ് പുലർത്തിയത്. സിനിമയുടെ വിഷ്വലുകളുമായിട്ട് ചേർന്ന് പോകാത്ത തരം AI വിഷ്വലുകൾ ഇവർ ഇതിന്റെ അകത്തേക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ട്. പണ്ട് സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഇന്ന് കുത്തുവാളയെടുത്ത് ഭോജ്പുരി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ടുള്ള രാജീവിനെയാണ് അക്ഷയ് കുമാർ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അക്ഷയ് കുമാറിന്റെ യഥാർത്ഥ പേര് രാജീവ് ഭാട്ടിയ എന്നാണ്. ഹേറ ഫേരിയിലൊക്കെ കാണിച്ചിട്ടുള്ള ടൈപ്പ് കോമഡിയാണ് പുള്ളി ഇവിടെ ചെയ്യുന്നത്. അഹമ്മദ് ഖാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കോമഡിയും ഏതാണ്ട് അതേ സോണിലുള്ളതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒന്നാമത്തെ വെൽക്കമിൽ നാനാ പട്ടേക്കർ അവതരിപ്പിച്ച ഉദയ് ഷെട്ടിയുടെ സഹോദരനായിട്ടുള്ള ഏട അണ്ണയെയാണ് സുനിൽ ഷെട്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്.
അമ്മയുടെ ജനറൽ ബോഡി പോലെയുള്ള ഈ പടത്തിന്റെ കാസ്റ്റിംഗിൽ പുള്ളി ആൾക്കൂട്ടത്തിൽ എങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അനിൽ കപൂർ അവതരിപ്പിച്ച മജ്നു ബായിയുടെ സഹോദരൻ റോമിയോ ബായി ആയിട്ടാണ് അർഷദ് വാർസി ഈ പടത്തിലുള്ളത്. സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് തമാശകളൊക്കെ പറഞ്ഞ് ഈ തിരക്കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ പുള്ളി സ്വയം താഴുന്നുണ്ട്. ദിഷ പാട്നിയും ജാക്വലിൻ ഫെർണാണ്ടസും ശരീര സൗന്ദര്യം കാണിക്കാൻ വേണ്ടി മാത്രം ഈ പടത്തിലുള്ളതാണ്. EMI അടക്കേണ്ടതുകൊണ്ട് മാത്രം ഇതുപോലെ ഒരു പടത്തിൽ തലവെക്കേണ്ടി വന്ന മുകേഷ് തിവാരിയെയും യശ്പാൽ ശർമ്മയെയും കൊണ്ട് ഈ ഒരു കാര്യം ഈ സിനിമ ഉണ്ടാക്കിയവർ തന്നെ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. കാണുമ്പോൾ കുറച്ചെങ്കിലും പെർഫോം ചെയ്തു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ ലഭിച്ചിട്ടുള്ളത് രവീണ ടണ്ടനാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഗ്ലാമർ പ്രദർശനത്തിനുള്ള ലിസ്റ്റിലേക്ക് പുള്ളിക്കാരി എത്തിയില്ല. തന്റെ സ്ഥിരമായിട്ടുള്ള ബഹളം വെക്കുന്ന സ്റ്റൈലിൽ ജോണി ലീവർ കോമഡി അവതരിപ്പിച്ചിട്ടുണ്ട്. ലാറ ദത്ത ഒരു മിലിറ്ററി സീക്വൻസിൽ വന്നു പോകുന്നുണ്ട്. ഈ അടുത്തായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള മൾട്ടി സ്റ്റാർ സിനിമകളിൽ വില്ലനായിട്ട് ജാക്കി ഷ്രോഫ് വരുന്നുണ്ട്. ഒരുപക്ഷെ പുള്ളി വന്നാൽ സെറ്റിൽ ഒരു ഓളം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും. പരേഷ് റാവൽ, രാജ്പാൽ യാദവ് എന്നിവരിൽ തുടങ്ങി ഗായകനായ ദലേർ മെഹന്തിയും ഇപ്പോൾ പണിയില്ലാത്ത അഫ്താബ് ഷിവ് ദസാനിയും അടക്കം ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഹാപ്പി ബർത്ത്ഡേ അയച്ച എല്ലാവരെയും എന്തെങ്കിലും പേരിൽ ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലും ബോർഡർ എന്ന സിനിമയിലുമൊക്കെ ഐക്കോണിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത നടന്മാർ ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ഒരായുഷ്കാലം കൊണ്ട് അവർ പലരുടെയും മനസ്സിൽ പതിപ്പിച്ച സ്വന്തം ഇമേജിനെ ഇതുപോലെ ഒരു തരം താഴ്ന്ന സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തു എന്നത് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നി. ഈ പടം ഒന്നും ലോജിക്ക് നോക്കണ്ട എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ലോജിക്ക് നോക്കിയിട്ടല്ല ഒന്നാമത്തെ വെൽക്കം എന്ന സിനിമ ആളുകൾ ആസ്വദിച്ചത്. ഇന്നും ഓർത്തിരിക്കുന്ന ചില ഡയലോഗുകളും കഥാപാത്രങ്ങളും ആ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റിയിരുന്നു. എന്തുണ്ടാക്കാനാണ് പുറപ്പെട്ടത് എന്നൊരു ക്ലാരിറ്റി ആ പടത്തിനുണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ ആദ്യത്തെ വെൽക്കമിലുള്ള ഊച്ചലമ്പ കത് എന്ന പാട്ടിന്റെ പുതിയ വെർഷൻ വരുമ്പോഴാണ് സിനിമയുടെ ക്രെഡിറ്റുകൾ എഴുതി കാണിക്കുന്നത്. അതിൽ ഫിറോസ് നാദിയാവാലയുടെ ക്രെഡിറ്റ് വരുമ്പോൾ വിഷ്വൽ പെട്ടെന്ന് കട്ടാകുന്നു. അതിനുശേഷം വേറൊരു രീതിയിൽ വേറൊരു ഫോണ്ടിൽ നിർമ്മാതാക്കളുടെയും സംവിധായകന്റെയും പേര് വീണ്ടും എഴുതി വരുന്നുണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നവർ പോലും ശ്രദ്ധിക്കുന്ന ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും ഈ പടം ഉണ്ടാക്കിയവർ ഒന്ന് വൃത്തിക്കിരുന്ന് നോക്കാൻ ശ്രമിച്ചിട്ടില്ല. ബാക്കി ക്രെഡിറ്റ് പോലെ അല്ലാതെ പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും വേറെ രീതിയിൽ കാണിക്കണമെന്ന് പിന്നീട് തീരുമാനിച്ചതാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ഒഴിവാക്കാനുള്ള ബോധം പോലും ഇവന്മാർക്കില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്